ഹലോ, വെൽക്കം ബാക്ക് ടു കുലു ആൻഡ് ചിമ്മൂസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നല്ലൊരു ക്യാബേജ് തോരനായിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഈ ഒരു ഐറ്റം മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് നന്നായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം അതിലോട്ടേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് കടുകൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടട്ടെ. അപ്പോൾ പൊട്ടുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് അരി പൊട്ടിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ചോറ് വെക്കാൻ യൂസ് ചെയ്യുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിതാ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇത് അരി ഇട്ട് കൊടുത്തു. അപ്പോൾ അത് അരി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണേ. അപ്പം അരി മുരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നോക്കിയാൽ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ അരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തോരൻ കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ അരി യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഒരു 3 വറ്റൽമുളകും കൂടി അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വറ്റൽമുളകിൻ്റെ അളവിൽ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇനി ഞാൻ നേരത്തെ ഒരു വലിയൊരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരിയും വറ്റൽമുളകും കടുകും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കട്ടെ. ഇനി നമുക്ക് ഞാൻ നേരത്തെ ഒരു അര കഷ്ണം കാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ബൗളിൽ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടിയെങ്കിൽ ഇതിൽ തന്നെ മഞ്ഞളും ഉള്ളിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കൈവച്ച് നന്നായിട്ട് ഞെരുകിയിട്ടും ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഈ രീതിയിലാണ് കാണിക്കുന്നത്. ജസ്റ്റ് കാബേജ് ഇട്ട് കൊടുത്ത് അതിലോട്ടേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് അതിലോട്ടേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. നമുക്കിനി ഈ ക്യാബേജ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് സമയത്തേക്ക് വേവിച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഏകദേശം വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ വീഡിയോ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാൻ മറന്നുപോയി. തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പും ഒക്കെ ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ കാബേജ് തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അവസാനം നമുക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. എനിക്ക് കുരുമുളകിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും നല്ല ഇഷ്ടമാണ്. അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാം. അതായത് ഈ ഒരു തോരനും ഒരു സമ്മതി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. കറീൻ്റെ ആ ഒരു കുറവേ നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുട്ടിക്കായാലും ഈ ഒരു തോരൻ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കാബേജ് തോരനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.